Hi everyone, I am super excited to launch this channel where I will be sharing my thoughts, ideas, and design journey using the amazing Figma tool. Where you are the beginner or just a curious about the UI UX design, you are in the right place. My mission is to make this design accessible to everyone, and that is the exactly what this channel is all about. Together, we will explore how Figma brings people together to create a better products faster and smarter. This is your space to learn, create, and grow as a designer. So, bring in your curiosity and let's dive into the world of collaborative design. Don't forget to subscribe, share, and join me on this creative journey. Thank you. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഈ ഫിഗ്മയെക്കുറിച്ചുള്ള ഒരു 10 പോയിൻറ്റ്സാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഫിഗ്മ എന്ന് പറയുന്ന ടൂള് ഗ്ലോബലി ഡിസൈൻ ടൂളായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പോയിൻറ്റ്സ് വൈസ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സുകൾ നിങ്ങളോട് ഷെയർ ചെയ്യാം തുടക്കത്തിൽ. ഓക്കെ, അതായത് ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ക്രോസ് പ്ലാറ്റ്ഫോം ആക്സസ് എനിവെയർ. ദാറ്റ് മീൻസ് ഫിഗ്മ എന്ന് പറയുന്ന ഒരു ക്ലൗഡ് അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ഡിസൈൻ ടൂളാണ്. അത് ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ ആയാലും പ്രവർത്തിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് വിൻഡോസ് ആയിക്കോട്ടെ, മാക് ആയിക്കോട്ടെ, ക്രോം ബുക്ക് പോലുള്ള ഏതെങ്കിലും ഒരു ഡിവൈസ് ആയിക്കോട്ടെ, ഇതിലെല്ലാം തന്നെ ഒരു വെബ് ബ്രൗസർ ഉണ്ടാവുമല്ലോ, അതിൽ കൂടി നമുക്ക് ഈ ഫിഗ്മയെ ഓപ്പൺ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായ ആവശ്യം വരുന്നില്ല എന്നതാണ്. ഇത് പല രീതിയിലുള്ള ഡിവൈസുകൾ ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ടീമായിട്ട് വർക്ക് ചെയ്യുന്നവർക്കും, പ്രത്യേകിച്ച് ഈ കമ്പ്യൂട്ടർ ലാബുകളിലും ലൈബ്രറിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഷെയർ ചെയ്യുന്ന അന്തരീക്ഷം. അതായത് ഷെയർ ചെയ്യാമെന്ന് വെച്ചാൽ എന്താണ്, നമ്മളൊരു വിൻഡോ ഓപ്പൺ ചെയ്തു, അതിൻ്റെ ഒരു ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സെയിം വിൻഡോയിൽ തന്നെ അടുത്ത ആൾക്കും വേറെ സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് ആക്സസ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇൻ്റർനെറ്റ് കണക്ഷൻ പോയെന്നിരിക്കട്ടെ, എങ്കിൽ പോലും ഈ സമയത്തും നമ്മുടെ ഡിസൈൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു ഓപ്ഷൻ. അത് ഫസ്റ്റ് പോയിന്റിൽ പറയുന്ന പ്രധാന ഗുണങ്ങൾ ഞാൻ ഒന്ന് ഷോർട്ടൺ ചെയ്ത് പറയുകയാണെങ്കിൽ, നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതില്ല, അതോടെ ഏത് പ്ലാറ്റ്ഫോമിലും വർക്ക് ചെയ്യുന്നു, അതുകൊണ്ട് തന്നെ ബ്രൗസറിൽ നേരിട്ട് ഉപയോഗിക്കാം, ഇൻ്റർനെറ്റ് ഇല്ലാത്തപ്പോൾ എഡിറ്റ് ചെയ്യാം, പിന്നെ പല ഡിവൈസ് ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഇത് അനുയോജ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് റിയൽ ടൈം കൊളാബറേഷൻ ADC എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്കും നിങ്ങളുടെ ഡിസൈനർ അല്ലെങ്കിൽ കസ്റ്റമർക്കും നമുക്ക് സെയിം വിൻഡോ തന്നെ ഡിഫറെൻറ്റ് ലൊക്കേഷനിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഷെയർ ചെയ്ത് അതിൻ്റെ ഫീഡ്ബാക്ക് എടുക്കാൻ പറ്റും. അതായത് മറ്റേത് നമ്മൾ ആദ്യം ഡിസൈൻ അയച്ചു കൊടുക്കുന്നു, അതിൻ്റെ പ്രശ്നങ്ങളും പോരായ്മകളും അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറയുന്നു. ഇതിൽ നിന്ന് മാറിയിട്ട് സെയിം വിൻഡോയിൽ തന്നെ കാര്യങ്ങൾ പറഞ്ഞ് റിയൽ ടൈമായിട്ട് നമുക്ക് വേണമെങ്കിൽ എഡിറ്റിംഗ് ചെയ്ത് കൊടുക്കാം. അതാണ് രണ്ടാമത്തെ പോയിൻ്റ്. അടുത്ത പോയിൻ്റ്, അത് മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് പവർഫുൾ പ്ലഗ് ഇൻ എക്കോസിസ്റ്റമാണ്. ഇത് ഫിഗ്മയിൽ ധാരാളം പ്ലഗിൻസ് ഉണ്ട്. അതായത് നമ്മൾ ഫിഗ്മയിലൊരു കേവലം ഒരു ഡിസൈനിനുപരിയായിട്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്തിട്ടായിരിക്കും ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ധാരാളം പ്ലഗിൻസ് ഉണ്ട്. അതായത് ഫിഗ്മ തന്നെ ഇറക്കുന്ന പ്ലഗിൻസും ഉണ്ട്, അതുകൊണ്ട് തന്നെ കമ്മ്യൂണിറ്റിയിലുള്ള കുറേ ഡിസൈനേഴ്സ്മാർ ചെയ്യുന്ന പ്ലഗിൻസും ഉണ്ട്. അതായത് നമ്മൾ ഐക്കൺസ്, ഇമോജീസ്, ഇലിസ്ട്രേഷൻസ്, പിന്നെ AI ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങൾ, AI ജനറേറ്റ് ചെയ്യുന്ന ഇതെല്ലാം തന്നെ നമുക്കൊരു പ്ലഗിനായിട്ട് നമ്മുടെ ഫിഗ്മയിൽ തന്നെ ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെന്നാ ഡിസൈനെ കുറച്ചും കൂടി പ്രൊഫഷണലായിട്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതായത് നമുക്ക് നമ്മുടെ ഡിസൈൻ വളരെ വേഗത്തിൽ ചെയ്യാമെന്നുള്ളതാണ്. പിന്നെ റിപ്പീറ്റേറ്റീവ് ടാസ്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ പവർഫുള്ളായിട്ടുള്ള AI ടൂൾസുകൾ നമുക്കിതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ അതുകൊണ്ട് എളുപ്പത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത് തന്നെ നമുക്ക് ഈ പ്ലഗിൻസ് എല്ലാം യൂസ് ചെയ്യാം എന്നുള്ളതാണ് മറ്റൊരു ഉപകാരമുള്ളൊരു കാര്യം. അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് റീയൂസബിൾ കമ്പോണൻസ് ആൻഡ് വേരിയബിൾസ് ആണ്. ഇത് നമുക്ക് വളരെ ഉപകാരപ്പെടുന്നൊരു പോയിൻ്റാണ്. അതായത് നമ്മൾ ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുമ്പോൾ അതിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ബട്ടൺസ്, അതുകൊണ്ട് ഐക്കൺസ്, കാർഡ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ ഈ ഒരു ടേംസിൽ വരുന്ന കാര്യം നമുക്ക് പ്രൊജക്റ്റ് വൈസ് ചെയ്യുമ്പോൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് ഇൻട്രാക്റ്റീവ് പ്രോട്ടോടൈപ്പിംഗ് വിത്ത് സ്മാർട്ട് ആനിമേറ്റ് ആണ്. അതായത് ഇതും അതുകൊണ്ട് തന്നെ നമ്മൾ പ്രാക്ടിക്കലി ചെയ്ത് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിൻ്റെ യൂസ് വരുന്നത് എന്താ വെച്ചാൽ, ഒരു മൊബൈൽ ആപ്ലിക്കേഷനൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ധാരാളം ഫ്രെയിംസുകളുണ്ടാവും. അപ്പോൾ അത് എങ്ങനെ ഒരു ഫ്രെയിം അടുത്ത ഫ്രെയിമിലോട്ട് പോകുന്നു,
അതിൻ്റെ ട്രാൻസിഷൻസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു സ്മാർട്ട് ആനിമേഷനിലൂടെ കാണിക്കാൻ പറ്റും. അപ്പോൾ ഇത് ഒരു കോഡ് ചെയ്തതിന് ശേഷമാണ് പണ്ടൊക്കെ കാണാൻ പറ്റുള്ളെങ്കിൽ ഇപ്പോൾ നമുക്ക് കോഡിങ് ഇല്ലാണ്ട് തന്നെ ഡിസൈനേഴ്സിന് അതെങ്ങനെ വർക്കാവും എന്നുള്ളത് കാണിക്കാൻ ഈ ഒരു പ്രോസസ്സിലൂടെ കാണിക്കാൻ സാധിക്കും. ഇതാണ് ഇതിലെ പോയിൻ്റ്. ഇതും നമുക്ക് പ്രാക്ടിക്കലി കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കാണിക്കേണ്ട കാര്യങ്ങളാണ്. പ്രൊഫഷണലി ആവശ്യം വരുന്നൊരു ടൂളാണ്. അതായത് നമ്മളൊരു കണ്ടൻറ്റ് റൈറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു സ്പേസ് കയറി കഴിഞ്ഞാൽ നല്ല ഓട്ടോമാറ്റിക്കായിട്ട് താഴത്തേക്ക് വരില്ലേ, അതുപോലത്തേക്കുള്ളൊരു ഓപ്ഷനായത്. ഇത് നമ്മുടെ ഡിസൈൻ തിങ്കിങ്ങിൽ വരുമ്പോൾ ഇത് വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ പ്രാക്ടിക്കലി നമുക്കത് നോക്കാം. വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ പെയ്ഡ് വേർഷൻസ് ഫ്രീ ആയിട്ട് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് പ്രാക്ടിക്കലി സെക്ഷനിൽ കുറച്ചും കൂടി ഫ്രീ വേർഷൻസ് എടുക്കുന്നതിലൂടെ ഇതിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. അതാണ് ഒരു പോയിൻ്റ്, 6ാമത്തെ പോയിൻ്റ്. മൊബൈൽ ആപ്പ് ആൻഡ് മിറർ സപ്പോർട്ട് എന്നുള്ളത് നമുക്കിപ്പോൾ ഒരു ആപ്ലിക്കേഷനൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു മിററിങ് നമ്മുടെ മൊബൈലിലോട്ട് എടുക്കാൻ സാധിക്കും. അപ്പോൾ അതൊരു അതിൻ്റെ ഒരു വർക്ക് ഫ്ലോ എല്ലാം മൊബൈലിൽ ഒരു കോഡിങ് കഴിഞ്ഞിട്ട് കഴിയുന്നൊരു എന്നാൽ കോഡിങ് പ്രത്യേകിച്ച് ഒരു കോഡിങ്ങും ഇല്ലാണ്ട് തന്നെ ഡിസൈനേഴ്സിന് തന്നെ അതിൻ്റെ ഒരു ഫ്ലോ എല്ലാം കാണിക്കാൻ പറ്റും. 9ാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് സീംലെസ് ഷെയറിങ് ആൻഡ് ഫീഡ്ബാക്കാണ്. അതായത് നമുക്ക് നമ്മുടെ ഡിസൈൻ ചെയ്യുന്ന വിൻഡോയിൽ ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്ക് ഷെയർ ചെയ്തുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് കാണാനുള്ള ഫെസിലിറ്റി കൊടുക്കാം എന്നുള്ളതാണ്. അതേസമയം നമ്മളിപ്പോൾ ആ ഡിസൈനിൽ വരുന്ന ചേഞ്ചസ് ലൈവായിട്ട് അവർക്ക് കാണുകയും ചെയ്യാം. അതുകൊണ്ട് നമുക്ക് അടുത്ത 10ാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഡെവ് മോഡ് ഡിസൈൻ ടു കോഡ് സിംപ്ലിഫയർ. അതായത് നമുക്ക് ഒരു ഡിസൈൻ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ കൺവേർഷൻ സൈഡ്, അതായത് അതിൻ്റെ ഫ്രണ്ട് എൻഡ് എലമെൻ്റൊക്കെ വരുമ്പോഴത്തേക്കും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന HTML CSS ഒക്കെ വേണം. അപ്പോൾ അതിനുള്ള കോഡ് നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടും. ഇത് മാത്രമല്ല, ഇപ്പോൾ ധാരാളം AI ടൂൾസുകൾ ഇറങ്ങിയിട്ടുണ്ട്, അതും നമുക്ക് യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതിലെ ഡെവ് മോഡ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മളത് ഇപ്പോൾ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് വിഡ്ത്ത് ആൻഡ് ഹൈറ്റ്, കളറ്, ഫോണ്ട്, അതിലുപയോഗിക്കുന്ന ഫോണ്ട് സൈസ്, ക്യാരക്ടേഴ്സ് എല്ലാം ഉണ്ടാവും. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് അവിടെ ഡിസ്പ്ലേ ആയിട്ട് കിട്ടുന്ന ഒരു മോഡാണ് ഡെവ് മോഡ്, ഡിസൈൻ ടു ഡെവ് മോഡ്. ഓക്കെ.